മയ്യഴിക്കാർ വിശ്വസിക്കുന്നത് മരിച്ചവരുടെ ആത്മാക്കൾ അവിടെ തുമ്പികളെപ്പോലെ പാറി നടക്കുന്നുണ്ട് എന്നുള്ളത്. അവർക്കെല്ലാം അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ ദാസൻ എന്ന് പറയുന്ന കഥാപാത്രം എഴുത്തുകാരൻ തന്നെ ആയിരുന്നു എന്നുള്ളത്. ആ കുട്ടികളുടെ വലിയ ആഗ്രഹമായിരുന്നു എം മുകുന്ദനെയും മയ്യഴിപ്പുഴയെയും അടുത്ത് കാണണം. എഴുത്തുകാരുടെ പട്ടികയിൽ മലയാള സാഹിത്യത്തിലാണെങ്കിലും മറ്റ് സാഹിത്യരൂപത്തിലാണെങ്കിലും എന്നെ സ്വാധീനിച്ച അല്ലെങ്കിൽ ഞാനേറെ ഇഷ്ടപ്പെട്ട ഒട്ടേറെ എഴുത്തുകാരുണ്ട്. ഒരു എഴുത്തുകാരനെക്കുറിച്ചോ ഒരു പുസ്തകത്തെക്കുറിച്ചോ പറയുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എങ്കിലും വായനയുടെ ലോകത്ത് ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന, ഒരുപക്ഷെ വീണ്ടും വായിക്കുകയും അതോടൊപ്പം തന്നെ ആ വായനയുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആ വായന ആ എഴുത്ത് സൃഷ്ടിച്ച സ്ഥലകാലങ്ങളിലേക്ക് ഒരു യാത്ര പോവുകയും അങ്ങനെ പുസ്തകത്താളുകളിൽ കണ്ട കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്ന പശ്ചാത്തലങ്ങളെ അടുത്ത് മനസ്സിലാക്കാനും അറിയാനും കൂടെ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എം മുകുന്ദൻ എന്ന പ്രിയപ്പെട്ട എഴുത്തുകാരൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളെന്ന പുസ്തകം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എഴുതിയിട്ട് 50 വർഷങ്ങൾ കഴിഞ്ഞു. 1970-കളുടെ 74 മയ്യഴിപ്പുഴ ഖണ്ഡശ പ്രസിദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതെൻ്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടം കൂടിയായിരുന്നു. അന്ന് ഓരോ ലക്കങ്ങളും വരാൻ വേണ്ടി കാത്തിരുന്ന ഞാൻ മാത്രമല്ല, ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ എഴുത്തിനേറെ ഇഷ്ടപ്പെട്ടിരുന്ന എല്ലാ വിദ്യാർത്ഥികളും സാഹിത്യ കുതുകികളുമൊക്കെ തന്നെ കാത്തിരുന്നത് അടുത്ത ലക്കത്തിന് വേണ്ടിയായിരുന്നു. ആ എഴുത്തിൻ്റെ വഴിയിൽ എം മുകുന്ദൻ കോറിയിട്ടത് ഒരുപക്ഷെ അതുവരെ പരിചിതമല്ലാത്ത മറ്റൊരു മേഖലയായിരുന്നു. ഞാൻ താമസിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്ത പ്രദേശത്ത് നിന്ന് എത്രയോ കാതമകലെ കേരളത്തിൻ്റെ തന്നെ ഭാഗമായ മയ്യഴി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് എന്നും ഒരുപക്ഷെ കേരളത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളെക്കാളേറെ വ്യത്യസ്തമായ ചില ചരിത്ര പശ്ചാത്തലങ്ങളും അതോടൊപ്പം തന്നെ അത്തരം മേഖലയിൽ താമസിച്ചിരുന്ന ആളുകളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ചില അനുഭവങ്ങളുമൊക്കെ തന്നെ അന്ന് വളരെ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അന്ന് കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മയ്യഴിപ്പുഴ വായിച്ചുകൊണ്ടേയിരുന്നു, മയ്യഴിപ്പുഴ ഒഴുകുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്തുകൊണ്ട് മയ്യഴിപ്പുഴ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം ചിരപരിചിതമായി വായിച്ച പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളിൽ വ്യത്യസ്തമായി ഒരു ഫ്രഞ്ച് അധിനിവേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായി തന്നെ നമുക്ക് ലഭിച്ച ശേഷവും വിദേശ അധിനിവേശത്തിൻ്റേതായ ബാക്കി പത്രങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് അതിൻ്റേതായ സംസ്കാരത്തിൻ്റെയും സ്വന്തം തനിമയെ പലപ്പോഴും തിരിച്ചറിയാൻ വയ്യാതെ പോവുകയും ചെയ്ത ഒരു ജനതയുടെ ആശങ്കകളും ആകുലതകളും അതോടൊപ്പം തന്നെ സ്നേഹവായ്പകളും പാരസ്പര്യങ്ങളുമെല്ലാം മയ്യഴിപ്പുഴയുടെ തീരങ്ങളെന്ന പുസ്തകത്തിൽ അവിടെ എവിടെയെല്ലാമായിട്ട് ചിതറിക്കിടക്കുമ്പോൾ അത് നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ മയ്യഴിപ്പുഴ തീരങ്ങൾ പുസ്തക രൂപത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ദാസൻ നമുക്കെല്ലാം ചിരപരിചിതമല്ല എങ്കിൽ പോലും ദാസൻ പുസ്തകത്തിൻ്റെ താളുകളിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, മയ്യഴിയുടെ മോചനത്തിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളുടെ പശ്ചാത്തലത്തിലാണ്
മയ്യഴിപ്പുഴ തീരങ്ങൾ എന്ന് പറയുന്ന പുസ്തകം എഴുതി ചേർത്തത്. ഫ്രഞ്ചുകാർ പൂർണ്ണമായി തന്നെ ഇന്ത്യ വിട്ട് മയ്യഴിയെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി ആ പ്രദേശത്തെ ജനത നടത്തിയ ഒരു വലിയ സമരത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. പക്ഷേ ആ ചരിത്ര പശ്ചാത്തലത്തെ എം മുകുന്ദൻ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നതിന് ഒപ്പം തന്നെ അതിനു മുമ്പുണ്ടായിരുന്ന ഒരു വലിയ ജീവിത സാഹചര്യങ്ങളെ നമുക്ക് കാട്ടിത്തരികയും ചെയ്യുകയാണ്. ആ കഥയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതിനകത്ത് യാഥാർത്ഥ്യങ്ങളുണ്ട്, മിത്തുകളുണ്ട്, അതോടൊപ്പം തന്നെ ചരിത്രത്തിൻ്റെ ചില പാഠങ്ങളുമുണ്ട്. ഞാനതിന് ശേഷം പുസ്തകം വീണ്ടും പലതവണ വായിച്ചിട്ടുള്ള പുസ്തകമാണ്. അപ്പോഴൊക്കെ മനസ്സിലുണ്ടായിരുന്നു മയ്യഴിയെ പോയി കാണണം, മയ്യഴിയുടെ ആ പ്രദേശത്തൂടെയൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു സ്കൂളിലെ പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് വായിക്കാൻ അവർ കൊടുത്ത പുസ്തകം മയ്യഴിപ്പുഴ തീരങ്ങളായിരുന്നു. ആ കുട്ടികൾക്ക് വലിയ ആഗ്രഹമായിരുന്നു എം മുകുന്ദനെയും മയ്യഴിപ്പുഴയെയും അടുത്ത് കാണണമെന്ന്. അങ്ങനെ ആ കുട്ടികളോടൊപ്പം ഞാനും മയ്യഴിയിലേക്ക് തിരിച്ചു. ഞാനത് ഇഷ്ടപ്പെട്ട എഴുത്തുകാരനെ കാണാനും കുട്ടികൾക്ക് മയ്യഴിപ്പുഴയുടെ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ആശയവിനിമയത്തിനും വേണ്ടി ഒരു വല്ലാത്ത തീക്ഷ്ണമായ ഒരനുഭവത്തിൻ്റെ യാത്രയായിരുന്നു, പറയാതിരിക്കാൻ കഴിയില്ല. ആ പുസ്തകത്തിലെ ഓരോ സന്ദർഭങ്ങളെയും ഓരോ സ്ഥലങ്ങളെയും ഒക്കെ തന്നെ ഞങ്ങൾ അടുത്ത് കാണാനിടയായി. സായിപ്പ് താമസിച്ചിരുന്ന ആ ബംഗ്ലാവ്, അതോടൊപ്പം തന്നെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാലഘട്ടത്തിൽ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുന്ന കാൽവിളക്കുകളുടെ ഒക്കെ പശ്ചാത്തലം, അങ്ങനെ മയ്യഴിപ്പുഴ തീരങ്ങളിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും സന്ദർശിക്കാനിടയായി. അതിനുശേഷം എം മുകുന്ദനുമായി കുട്ടികൾ ആശയവിനിമയം നടത്തുകയുണ്ടായി. അവർക്കെല്ലാം അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ ദാസൻ എന്ന് പറയുന്ന കഥാപാത്രം എഴുത്തുകാരൻ തന്നെ ആയിരുന്നു എന്നുള്ളതായിരുന്നു. അതിന് അദ്ദേഹം പൂർണ്ണമായി മറുപടി പറഞ്ഞില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില നിഴലുകൾ, അല്ലെങ്കിൽ പൂർണ്ണമായി പുറത്തു വരുന്നില്ല എങ്കിൽ പോലും ജീവിതസ്പർശിയായ അനുഭവങ്ങൾ ദാസൻ എന്ന കഥാപാത്രത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. അത് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇപ്പോൾ അങ്ങേക്ക് വീണ്ടും മയ്യഴിപ്പുഴ ഇന്നായിരുന്നു എഴുതാനും കഴിയുമെന്ന്. അദ്ദേഹം പറഞ്ഞൊരു മറുപടി, ഇന്ന് മയ്യഴി ഒരുപാട് മാറി, മയ്യഴിയിലെ മനുഷ്യരും മാറി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മയ്യഴിപ്പുഴയുടെ തീരങ്ങളെ അതേപോലെ തന്നെ അനാവരണം ചെയ്യാൻ ഏറെ ദുഷ്കരമായിരിക്കുമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഞങ്ങളങ്ങനെ കടന്നു പോയ ആ വഴിയിലെല്ലാം ഞാൻ സത്യത്തിൽ ആഗ്രഹിച്ചത് പഴയകാല മയ്യഴിയെ എങ്ങനെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതായിരുന്നു. അവിടുത്തെ പള്ളിയും അതോടൊപ്പം തന്നെ അവിടുത്തെ വഴികളും അതോടൊപ്പം തന്നെ പഴയ സ്ഥാപനങ്ങളുമെല്ലാം പൂർണ്ണമായി നഷ്ടപ്പെട്ടില്ല. ആ വായനശാലയൊക്കെ അവിടെ പൂർണ്ണമായി തന്നെ ഇപ്പോൾ ഇല്ല അവിടെ. അപ്പോൾ ഇതെല്ലാം അവിടെ ഒരു പരിധി വരെ അതിൻ്റെയൊക്കെ ചില അവശേഷിപ്പുകൾ അവിടെ ഉണ്ട്. പക്ഷേ ഏറെ കാണാൻ ആഗ്രഹിച്ചത് മയ്യഴിപ്പുഴ അവസാനിക്കുമ്പോൾ അവിടെ സൂചിപ്പിച്ചതുപോലെ വെള്ളിയാങ്കൽ ആത്മാവുകൾ തുമ്പികളെപ്പോലെ പാറി നടക്കുന്നുണ്ടായിരിക്കും, അവയിലൊന്ന് ദാസനായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മയ്യഴിപ്പുഴ പുസ്തകം അവസാനിക്കുന്നത്. വെള്ളിയാങ്കൽ മയ്യഴിയിൽ നിന്ന് കാണാൻ കണ്ണെത്താത്ത ദൂരത്ത് ഉള്ള ഒരു പ്രദേശമാണ്, ഒരു കല്ലിൻ്റെ കൂട്ടമാണത്. മയ്യഴിക്കാർ വിശ്വസിക്കുന്നത് മരിച്ചവരുടെ ആത്മാക്കൾ അവിടെ തുമ്പികളെപ്പോലെ പാറി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ പ്രദേശത്തേക്ക് ഇപ്പോൾ യാത്രയില്ല. നേരത്തെ ബോട്ടിൽ ആളുകളെ കൊണ്ടുപോയി വെള്ളിയാങ്കൽ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷമുണ്ടായ ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് യാത്രകൾ അങ്ങോട്ടില്ല. പക്ഷേ മയ്യഴി വിട്ട് തിരികെ പോരുമ്പോൾ ആ പുസ്തകത്തിൻ്റെ വാചകങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ദൂരെ നിന്ന്
തുമ്പികളെ കാണാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാനും വിശ്വസിക്കുന്നു, വയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ പറയുന്നത് പോലെ ദാസൻ ഒരു കാലഘട്ടത്തിലെ മയ്യഴിയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അന്ന് വളരെ ശക്തമായ നിലപാടെടുത്ത് ധീരമായ നേതൃത്വം നൽകിയ ഒരു കഥാപാത്രത്തിൻ്റെ കൂടെ ഛായയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെയുള്ള ദാസൻ ആ കഥയുടെ അവസാനത്തിൽ നമ്മൾ യാത്ര പിരിയുമ്പോൾ കഥാകൃത്ത് ആഗ്രഹിച്ചതുപോലെ വയ്യഴിപ്പുഴയുടെ വെള്ളിയാങ്കൽ എവിടെയോ ആത്മാവുകളോടൊപ്പം മറ്റൊരാത്മാവ് കൂടി, ദാസൻ്റെ ആത്മാവ് കൂടി തുമ്പികളെപ്പോലെ പാതി നടക്കുന്നുണ്ടായിരിക്കാം. ഈ പുസ്തകം ഈ ഹ്രസ്വമായൊരു സമയത്ത് അതിനെ പൂർണ്ണമായി പരിചയപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിലും അത് ബാക്കി വെച്ച് പോകുന്ന വല്ലാത്തൊരു വേദന, വല്ലാത്തൊരു വിമ്മിഷ്ടം, ഒരു ജനതയുടെ നമ്മുടെ ഇടയിൽ ജീവിച്ച, വളരെ ചെറിയൊരു പ്രദേശത്ത് ജീവിച്ച കുറേ മനുഷ്യർ അധിനിവേശത്തിൻ്റേതായ വേദനകളും പ്രയാസങ്ങളും ഒക്കെ തന്നെ ഉൾക്കൊള്ളുമ്പോഴും ആ അധിനിവേശത്തിൻ്റെ പ്രയാസങ്ങൾക്കിടയിൽ അതുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ നെയ്തവർ, അവിടെ നിന്ന് കടന്നു വന്നവരെ സ്നേഹിച്ചവർ, അവരുടെ വ്യത്യസ്തമായ സംസ്കാരത്തെ ഒരു പരിധി ഉൾക്കൊള്ളാൻ ശ്രമിച്ചവർ, ഇവരെയെല്ലാം എത്ര മനോഹരമായിട്ടാണ് ആ പുസ്തകത്തിൽ, ആ കഥയിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമ്പോഴും വയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എനിക്ക് വ്യത്യസ്തമായി തോന്നുന്നത് അത് ഉയർത്തുന്ന, അല്ലെങ്കിൽ അത് എൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്ത വ്യത്യസ്തമായൊരു അനുഭവം, അത് അസാധാരണമായൊരു സാക്ഷാത്കാരമായിരുന്നു. ഇനിയും വീണ്ടും വയ്യഴിപ്പുഴയുടെ തീരങ്ങൾ വായിക്കുമ്പോൾ ഓരോ പുനർവായനകളും ഓരോ അനുഭവങ്ങളായി മാറുന്നു. മയ്യഴിയുടെ ചരിത്രവും മയ്യഴിയുടെ കഥയുമൊക്കെ ഒരുപാട് മാറി. മയ്യഴിപ്പുഴ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വെള്ളിയാങ്കലിൽ ആത്മാവുകൾ, തുമ്പികൾ ഇപ്പോഴും പാറി നടക്കുന്നുണ്ടായിരിക്കാം. എങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ എം മുകുന്ദൻ എന്ന അസാധാരണമായ പ്രതിഭാശാലിയായ കഥാകാരൻ കോറിയിട്ട മയ്യഴിയുടെ ചിത്രങ്ങൾ, അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ സന്ത്രാസങ്ങളും വേദനകളും ദുഃഖങ്ങളും ആകുലതകളും ഒക്കെ ഒരു കാലത്ത് നമ്മളെ വിട്ടുപിരിയും എനിക്ക് തോന്നുന്നില്ല. അത് ഈ പുസ്തകം വായിക്കുന്നിടത്തോളം, ഈ പുസ്തകം ഉള്ളിടത്തോളം കാലം അത് ഒരു വലിയ നൊമ്പരമായി, കണ്ണെത്താത്ത ദൂരത്ത് ഇപ്പോഴും കാണുന്ന വെള്ളിയാങ്കൽ പോലെ അവിടുത്തെ വെളിച്ചം, ഒരു വെളിച്ചം എപ്പോഴും നമ്മൾക്ക് വായനയുടെ വെളിച്ചം നമ്മളിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.